വീണ്ടും റിവ്യൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഡെയിലി ബ്രെഡ് ധാരാളം പേർക്ക് അനുഗ്രഹകരമാകുന്നു. നീ കേൾക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6:6 കർത്താവ് പറയുവാണ്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. അറയിൽ കിടന്ന് മാത്രമാണോ പ്രാർത്ഥിക്കുന്നത്? അതൊരു തലമാണ്. മുട്ടുന്ന പ്രാർത്ഥനയുണ്ട്. ലഭിക്കും വരെ ആ സ്നേഹിതനെ ആ അപ്പൻ ചോദിച്ച് മുട്ടുന്ന പ്രാർത്ഥന, അനീതിയുള്ള ന്യായാധിപനെ വിധവയെ അസഹ്യപ്പെടുത്തുന്ന പ്രാർത്ഥനയുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കണം, ഇതൊരു തലമാണ്. ഇത് വേണം ഇങ്ങനെ പറയാം, ഒരു പേഴ്സണൽ, ഒരു ഇൻഡിവിജ്വൽ ഒരു ഇൻ്റർസെഷനാണിത്. ദൈവത്തെ സ്തുതിക്കുന്നു. വേറൊന്നാണ് കൂട്ടത്തോടിരുന്നുള്ള പ്രാർത്ഥന. അപ്പോസ്തലന്മാർക്ക് ഭീഷണി നേരിട്ടപ്പോൾ അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവയുടെ ഭീഷണിയെ നോക്കണമേ, സൗഖ്യമാക്കാൻ എൻ്റെ കൈ നീട്ടുന്നതിനാലും പെട്ടെന്ന് ദൈവത്തിൻ്റെ ശക്തി വന്ന് അവർ ഇരുന്നിടം അവർ കുലുങ്ങി, അവരെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ അങ്ങനെ ഉണ്ടൊരു പ്രാർത്ഥന. സഹോദരന്മാർ ഒന്നിച്ച് വസിച്ച് പ്രാർത്ഥിക്കും. ദേശത്തിന് വേണ്ടി, പട്ടണത്തിന് വേണ്ടി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഉപവാസത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുന്നു, ഒന്നിച്ചിരുന്ന് അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനയുണ്ട്. ഇവിടുത്തെ പ്രാർത്ഥന, നീയോ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം പകരുന്നു. ഹന്ന ഹൃദയം പകർന്ന പോലെ അറയിൽ കിടന്ന് പറഞ്ഞാൽ വാതിലടച്ച് എന്ന് പറഞ്ഞാൽ ദൈവവുമായി നിൻ്റെ ഹൃദയം പങ്കുവെക്കുക. കർത്താവേ, ഞാനിങ്ങനൊരു പ്രയാസമുള്ള വിഷയത്തിലൂടെ കടന്നു പോകും, വേദനയുള്ളൊരു വിഷയത്തിലൂടെ കടന്നു പോകും. ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടെങ്കിൽ സഹായിപ്പാൻ നീ അല്ലാതെ വേറെ ആരുമില്ല. നീ എന്നെ സഹായിക്കണമേ. എനിക്ക് വേറെ ആരുമില്ല. നീ എൻ്റെ അപ്പനാണ്, നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റെ രക്ഷകനാണ്, നീ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, നീ എന്നെ സഹായിക്കണം. ഇങ്ങനെയൊരു നിലവിളിയാണ് ഇവിടെ യേശു പറഞ്ഞേക്കുന്നത്. രഹസ്യത്തിൽ കാണുന്ന പിതാവ്. ചിലർ പറയും ഇങ്ങനെയുള്ള പ്രാർത്ഥന, അങ്ങനെ ഒരു തലമാണ് പ്രാർത്ഥനയുടെ, ഒരു മോഡൽ. അത് ദൈവമായിട്ട് മാത്രം. അതിനകത്ത് ദേശമോ പട്ടണമോ ഒന്നും വരുന്നില്ല. നമ്മുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു തലമാണ്. അന്യഭാഷകളുടെ പ്രാർത്ഥനയുണ്ട്. പോലീസോടെ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവോടെയും പ്രാർത്ഥിക്കും. അതുകൊണ്ട് നിങ്ങൾ മറന്നുപോകില്ലേ, പ്രത്യേക ചില വിഷയങ്ങൾ വരുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് ഒരു ബന്ധം. കാരണം നീ പറയുന്നതിന് മുമ്പ് തന്നെ നിൻ്റെ ഹൃദയത്തിൽ എന്താണ് നീ ആഗ്രഹം, നീ ചിന്തിക്കുന്ന അറിയുന്ന ഒരു ദൈവം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരട്ടെ. ദൈവം മറുപടി തരാതിരിക്കുന്നില്ല. അവൻ്റെ കണ്ണുനീതിമാന്മാരുടെ പേരുണ്ട്. പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കും. ധൈര്യത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ഒരു അത്ഭുതം ചെയ്യും. ആമേൻ.